എന്താ ഏട്ടാ പറയണ്ട? ഒരു പാട്ട് പാടാം. ഈ അവാർഡ് കിട്ടിയ പാട്ടാണ് പറയുന്നത്. ചേട്ടൻ്റെ പേര് ഞാൻ മറന്നുപോയത്. ജയരാജൻ. ജയരാജൻ. അപ്പോൾ ജയരാജൻ ചേട്ടൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ എന്താ പറയുക ചാനലിൻ്റെ ഉടമസ്ഥനാണ്, യൂട്യൂബ് ചാനലിൻ്റെ. എനിക്ക് എൻ്റെ കൊച്ചിലെ മുതലേ അറിയാവുന്ന ചേട്ടനാണ്, നമ്മുടെ തൈക്കാട് ഉള്ള ചേട്ടനാണ്. എന്തായാലും സ്റ്റേറ്റ് അവാർഡ്സിൻ്റെ ചേട്ടനെ കണ്ടതിൽ വലിയ സന്തോഷം. ആ പാട്ടിൻ്റെ രണ്ട് പേരും ആ പാട്ടിൻ്റെ പേരും സിനിമയുടെ പേരും വേണ്ട എൻ്റെ പൊന്നു ചേട്ടാ, നമ്മൾ ഒരുമിച്ച് ഞാൻ എടുത്ത് വളർത്തിയില്ലെന്നുള്ളൂ, വളർന്നല്ലോ. ഓക്കെ. Hi, my name is Zeba Tommy. കുറച്ച് പാടിയിട്ടുണ്ട്. സ്റ്റേറ്റ് ഓടി ഇട്ടത് ആരോരും എന്ന് പറഞ്ഞൊരു പാട്ടാണ്, എന്ന് പറഞ്ഞ മൂവിയിൽ. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. സുധീഷ്, മഞ്ഞുമൽ ബോയ്സ്, സംവിധായകൻ ചിദംബരം, നിർമ്മാതാക്കൾ ഷോൺ ആന്റണി, സൗബിൻ ഷാഹിദ്, ബാബു ഷാഹിദ്. ഒരു വിനോദസഞ്ചാരത്തിന് വിചാരണ ചെയ്യുന്ന ചിത്രം. ഒരു സ്ത്രീ സ്വയം പര്യാപ്തത കൈവരിച്ച ശ്രമത്തിന്റെ ഹൃദയഹാരിയായ ആവിഷ്കാരം. സൗഹൃദത്തിന്റെയും സഹജീവി സ്നേഹ A proud moment for Team Mangamal Boys. As the team comes on stage to receive the best. Mangamal Boys, മികച്ച സ്വഭാവ നടൻ ചിത്രം മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പാർശ്വവൽക്കരണം. പകല് പറന്നു പോയടാ, ഇരവ് നമുക്കുള്ളതാണടാ, പദവി പണമൊന്നും വേണ്ടടാ, ഇത് ഉരുക്ക് ഗുണമുള്ള തോളടാ. വെള്ളിത്തിരയിലെ മിന്നുന്ന താരം ഉർവശി ശാരദ എന്ന് പേര് കേട്ട നമ്മുടെ പ്രിയ പ്രചോദനവും ധൈര്യവും ആത്മവിശ്വാസവും പകർന്നു നൽകി നേരുള്ള കഥാപാത്രമായാണ് അഭിനയിച്ചത്. തിരുവിതാംകൂറിലെ ദിവാൻ ഭരണത്തിനെതിരെ നടന്ന തൊഴിലാളി സമരത്തിൻ്റെ കാലത്ത് ഭരണകൂടത്തിൻ്റെ ഉരുക്കുമുഷ്ടികളിൽപ്പെട്ടുപോയ പെണ്ണിൻ്റെ ദുരിതാനുഭവങ്ങൾ ശാരദ തീക്ഷ്ണമായി അവതരിപ്പിച്ചു. മൂലധനം പോലുള്ള ചിത്രങ്ങളിൽ സത്യൻ, പ്രേം നസീർ തുടങ്ങിയ മഹാനടന്മാരുടെ കൂടെ വെള്ളി വെളിച്ചത്ത് നിന്നപ്പോൾ അവർക്കൊപ്പമോ അതിലുമേറെയോ ശ്രദ്ധേയയായി നിൽക്കാൻ തക്കവിധം കരുത്തുള്ളവയായിരുന്നു ശാരദ അവതരിപ്പിച്ച സ്ത്രീ കഥാപാത്രങ്ങൾ. ആന്ധ്രാപ്രദേശിലെ തെനാലിയിലാണ് ജനിച്ചതെങ്കിലും കാര്യമാണ്. അദ്ദേഹത്തെ നമുക്ക് ആർദ്രമായി അഭിനന്ദിക്കാം.
പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ അവാർഡ് 2024 എന്തുകൊണ്ടും അർഹയാണെന്ന്. 2 പതിറ്റാണ്ടുകളിലെ മലയാളി സ്ത്രീയെ തിരശ്ശീല തുടർന്ന് 1972 മലയാളത്തിൽ നവതരംഗത്തിന് തുടക്കമിട്ട അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരം എന്ന ചിത്രത്തിലൂടെ മറുപടി പ്രസംഗത്തിനായി നമ്മുടെ പ്രിയങ്കരിയായ ശാരദാമ്മയെ സ്നേഹാദാരത്തോടെ ക്ഷണിക്കുകയാണ്. വാക്കുകൾ വരുന്നില്ല. ഏതായാലും നമ്മുടെ സർക്കാർ ഇത് ഇങ്ങനെ ഒരു ഇത് കാണിച്ചതിന് അവരോട് ഞാൻ നന്ദി പറയുന്നു. അവരെ മേനന്മാരാണ്, അവിടുന്ന് വന്നതായി. നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ശാരദാമ്മ സൂചിപ്പിച്ചതുപോലെ അമ്മ മനസ്സ് ഒപ്പം പുരസ്കാര നിറവിൽ ചില പുരസ്കാരങ്ങൾ ചിലർക്ക് സമ്മാനിക്കുമ്പോൾ ആ പുരസ്കാരം തന്നെയാണ് ആദരവ് നേടുന്നത്. അത്തരത്തിലൊരു നിമിഷത്തിനാണ് നമ്മൾ ഇവിടെ റിലീസ് ഓഫ് ദി അവാർഡ് ബുക്ക്. ചലച്ചിത്ര ഗ്രന്ഥമാണ്. പെൺപാട്ട് താരകൾ, മലയാള സിനിമാ പാട്ടുകൾ. dignitaries on the dais and lovely lovers of Malayalam cinema, good evening. Before I start my report, I would like to share a personal moment. I'm so excited and honored to be here on the stage where Sharadamma is receiving her lifetime achievement. 30 years back, I worked in a film with her. 30 years back, I walked into the set and she was there, and I was supposed to play her husband. A film called Anthapuram, which later faced a second national award for me, and I walked in and she said, "Why is this boy coming to play my husband?" I said, കഥാപാത്രങ്ങളുടെയും ആഖ്യാന ശൈലിക്ക് ഉതകും വിധം ശബ്ദശകലങ്ങളെ സൂക്ഷ്മമായി തിരഞ്ഞെടുത്ത് കൃത്യമായി ഉപയോഗിച്ച സ്വരം മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് പെൺ കാറ്റഗറിയാണ് അടുത്തത്. ജേതാവ് സായനോറ ഫിലിപ്പ്, ചിത്രം ബാരോസ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി സായനോറ ഫിലിപ്പിനെ ക്ഷണിക്കുന്നു. സന്തോഷ് ഓടി വേദിയിലെത്തിയിരിക്കുന്നു. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ് ഹാസ്നി വൈക്കർ, രാജേഷ് ഗോപി, ചിത്രം ബറോസ്. ഞാൻ എന്താ ചോദിക്കും? 55ാമത് സംസ്ഥാന ചലച്ചിത്ര പ്രഖ്യാപനം ലളിതമായി അനുഭവിപ്പിച്ച അഭിനയ മികവ്. എന്താണ് ഞാൻ കുറച്ച് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ ബെഡ് ഒഴിവാക്കിയത്. എന്റെ പൈസക്കൊക്കെ ഒരു ബെഡ് വാങ്ങാൻ പറ്റും. മികച്ച നടൻ മമ്മൂട്ടി, ചിത്രം ബ്രഹ്മയുദ്ധം. കൊടുമൺ കോച്ചി, ചാത്തൻ എന്നീ 2 കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാവാഭിനയ മികവിൽ താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കാനായി എടുത്തണിഞ്ഞ പ്രതിനായക വേഷത്തിന്റെ പകർന്നാട്ട പൂർണ്ണതയ്ക്ക് പുരസ്കാരങ്ങൾ എപ്പോഴും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനമാണ്. മലയാളം പോലെ നല്ല സിനിമകൾ ഏറ്റവും കൂടുതൽ ഭാഷയിലെ അഭിനയത്തിൽ നല്ല നടനുള്ള അവാർഡ് അതിലേറെ പ്രോത്സാഹനം നൽകമാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളെല്ലാം സൗബിൻ, നടി ഷംന, അങ്ങനെ എല്ലാവരും അഭിനയം കൊണ്ട് അത്ഭുതപ്പെടുത്തിയവരാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉള്ള ഈ വേദിയിൽ വളരെ അഭിമാനത്തോടെ വന്ന് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സ്നേഹാദരത്തോടെ വേദിയിലേക്ക് അടുത്തതായി ക്ഷണിക്കുന്നു
ശ്രീ സജി ചെറിയ ഒരു രാത്രി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. റെഡി സെക്കൻഡ് എടുത്തോ ഒരു സെക്കൻഡ് എടുത്തോ. Just 1 minute, sir. Sir, just 1 second. I took it. I already took it. Sir, ഒരു മിനിറ്റ്. ഇല്ല ഒരു മിനിറ്റ്. മാഡം ഒന്ന് ചേർന്ന് നിൽക്കാം. നമ്മളെ അന്ന് കൊല്ലത്ത് ദാസാർ വന്നില്ലേ ഉണ്ട്, അപ്പോൾ കണ്ടതാണ് നമ്മൾ തമ്മിൽ കണ്ടത്. അവര് ഓക്കെ, എനിക്ക് ശരി വന്നത് ഇയാളുടെ കല്യാണത്തിന് മമ്മൂട്ടി വന്നില്ല, ഓർമ്മയുണ്ടോ? പക്ഷേ മമ്മൂട്ടി തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് ഉണ്ടായിരുന്നു. അതൊരു വല്ലാതെ തന്നെ ഹർട്ട് ചെയ്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് നമുക്കറിയാം. ഓക്കെ, താങ്ക് യു.